ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും ഒരു ചെറിയ ഫ്ലവർ. നമുക്കിപ്പോൾ ഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഫ്ലവർ ചെയ്യാൻ പറ്റുന്ന മോഡലിൽ ഫ്ലവറാണിത്. അത് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ്. അതിന് നമ്മൾ കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സിമ്പിളായിട്ട് പറ്റിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് യഥേഷ്ടം അതിനെ ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എന്ന് വെച്ചാൽ 2 കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്യാനുള്ളത് അതിൽ തന്നെ ഓൾറെഡി നമുക്ക് കിട്ടും. അത്രയും നീളം ആ ഒരു ടിഷ്യൂ പേപ്പറിലുള്ളതാണ്. കണ്ടില്ലേ, കുഞ്ഞ് പേപ്പറല്ല ഇത്. ഒരു ഫോൾഡിൽ തന്നെ ഒരു ഫോൾഡോടുകൂടിയുള്ള പേപ്പറാണ്. അതിനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് അത് കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞ് സ്ലൈഡുകളിലൊക്കെ. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഫ്ലവർ, ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഫ്ലവറും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് പെട്ടെന്ന് അവർക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെയ്ത് സ്ലൈഡൊക്കെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് അത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സ്ലൈഡിൻ്റെ സെൻറ്ററിൽ വേണം സെൻറ്ററിൽ അതിങ്ങനെ കുത്തി പിടിച്ച് കിടക്കുക. കാരണം 2 സൈഡിൽ നിന്നും ആ ഒരു പേപ്പറുകൾ വിടർത്തി എടുക്കത്തക്ക വിധത്തിൽ വേണം അത് ചെയ്ത് എടുക്കാനായിട്ട്. വിടർത്തി എടുക്കുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ ആയി കഴിയേണ്ട നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് ഇതുപോലെ വിടർത്തിയെടുത്ത് നല്ല സൂപ്പറായിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ നല്ല മൃദുത്വം, നല്ല മിനുസമുള്ള പല സൈസുണ്ട്. റഫായിട്ടുള്ള ടിഷ്യൂ പേപ്പറുണ്ട്. ഇത് നല്ല തൂവെള്ള ടിഷ്യൂ പേപ്പറാണ്. അതുപോലെ തന്നെ യെല്ലോ, അതുപോലെ തന്നെ പിങ്ക്, അങ്ങനെ പല കളറിലെ ടിഷ്യൂ പേപ്പറാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഫ്ലവർ നമുക്ക് എടുത്ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ലൈഡ് എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് സ്ലൈഡിൽ നമ്മൾ ആ സെൻറ്ററിൽ നമ്മൾ ടൈറ്റായിട്ടൊന്ന് പിടിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്നും ആ ഒരു ഫോൾഡ് മാറ്റി എടുക്കത്തക്ക വിധത്തിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. ഫ്ലവർ ചെയ്യുന്ന ഒരു മെത്തേഡിൽ ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഫ്ലവർ മേക്കിംഗ്. കണ്ടില്ലേ, ഇതുപോലത്തെ സ്ലൈഡിൻ്റെ സെൻറ്ററിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സെൻറ്ററിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് ഓരോ പേപ്പറും എടുത്ത് വെക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു സ്ലൈഡുകളിൽ KG ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെയുള്ള കൊച്ചുങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ചെയ്ത് കൊടുക്കാം. അവർക്ക് ചില കുഞ്ഞുങ്ങൾ അത് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലെടുത്ത് അവരുടെ ബോയിലും കാണാം അത് കുത്തി വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ സ്ലൈഡിലാവുമ്പോൾ. ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ടുണ്ടല്ലോ. ആ സെൻറ്ററിൽ അത് ഇറുക്കി വെച്ചതിന് ശേഷം 2 സൈഡിൽ നിന്നും അടർത്തി ഓരോ പേപ്പറായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഓരോ പേപ്പറായിട്ട് എടുക്കുമ്പം തന്നെ ഓൾറെഡി അത് ഫ്ലവറായി കഴിയും. വേറെ ഒരു കട്ടിങ്ങും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമില്ല. സ്ക്വയറായിട്ട് കട്ട് ചെയ്യേണ്ട. ഈ ഫ്ലവർ കട്ടിങ്ങിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫ്ലവർ നമുക്ക് തുണിയിലും ചെയ്യാം, ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് ഏത് പ്രതലത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. റിബണിൽ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. റിബണിലാവുമ്പോഴത്തേക്ക് സെൻറ്ററിൽ നമുക്ക് ടച്ച് എടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കാം. അത് മടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് തുന്നി തന്നെ ഒരൊറ്റ ലൈനിട്ട് തുന്നി തന്നെ നമുക്കത് ഇറുക്കി കെട്ടി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഫ്ലവർ മോഡൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് മുന്നേ. ഇത് വേറൊരു മെത്തേഡാണെന്നേ ഉള്ളൂ. സ്ലൈഡിൽ ചെയ്തു അതിൻ്റെ ഒരു ഓർണമെൻറ്റ് മേക്കിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. അത് വളരെ മനോഹരമാണ്. ഞാനത് വിചാരിച്ചില്ല ഓർണമെൻറ്റ് ചെയ്യണമെന്നുള്ളത്, പക്ഷേ ഓർണമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഭംഗിയുണ്ട്. ഇനി ഇത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടത് നല്ല പിങ്ക് കളറ്. അത് കുറച്ച് ആ ബ്രഷിൽ കുറച്ച് വെള്ളമുണ്ട്, വെള്ളത്തോടെയാണ്. അവിടെ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി, അത് ആ ഒരു ഈർപ്പം ഇറങ്ങി അതൊരു ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. നല്ല ഫ്ലവറായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറാക്കി എടുക്കാൻ പറ്റും നമുക്കിത്. അതായത് നമുക്ക് ഡ്രസ്സ് അനുസരിച്ച് ഉള്ള ഫ്ലവേഴ്സ് നമുക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ പിങ്ക് ആണെങ്കിൽ പിങ്ക് ചെയ്യാം, അത് പിന്നെ റെഡ് ആണെങ്കിൽ റെഡ് ചെയ്യാം, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ ചെയ്യാം. ആ ഡ്രസ്സിനനുസരിച്ച് മാറ്റി നമുക്ക് ഇതുപോലെ
വിവിധ ഫ്ലവറും അതുപോലെ തന്നെ ഓർണമെൻറ്റും ഏതെന്ന് വെച്ചാൽ നമുക്ക് കളർ ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള കളർ, വെറും ബ്രഷും വെള്ളവും അതായത് കളർ മാത്രം മതി. ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മാത്രം മതി ആ കളർ അതിലോട്ടങ്ങ് അക്ലിക് കളർ ആവുന്നത് കൊണ്ടാണ്. വാട്ടർ കളറല്ല, അക്ലിക് കളറാണ് ഏറ്റവും ബെസ്റ്റ് കളർ. ഏത് കളറിങ്ങിനായാലും അക്ലിക് കളർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ഭംഗി. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ആ കളർ ഒരിക്കലും പോകത്തതുമില്ല. കാരണം ഫാബ്രിക് പെയിൻറ്റിലെ കൂടിയ കളറാണ് ഈ അക്ലിക് കളർ എന്ന് പറയുന്നത്. അത് തന്നെ വാൾ പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാം, എല്ലാത്തിനും യൂസ് ചെയ്യാം. എനിക്കൊരു കോൾഡൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തൊണ്ട ക്ലിയറായിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കളർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ മാറ്റി തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ല, ആ ഒരു പിങ്ക് കളർ കൊടുത്തപ്പോൾ എന്ത് നല്ല ഭംഗിയായ ഫ്ലവറിന്. വൈറ്റ്നിങ് കാഴി നല്ല ഭംഗിയുണ്ടത്. വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ്. നമുക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സ് തന്നെ നമ്മുടെ ബൊക്കെകളിലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇതുപോലത്തെ ഫ്ലവേഴ്സ് ചെയ്യാം. ഇനിയെന്ന് വെച്ചാൽ ഓർണമെൻറ്റ് മേക്കിംഗ് ആണ്. അതിൻ്റെ സെൻറ്ററിലെന്ന് വെച്ചാൽ ഇത് ഗോൾഡൻ വയർ അല്ലെങ്കിൽ നമുക്ക് നൂല് വെച്ച് വേണമെങ്കിലും കെട്ടിയത് ഇതുപോലെ ചെയ്തതിന് ശേഷം അപ്പുറത്തെ രണ്ട് സൈഡിൽ നിന്നും ഓരോന്നായിട്ട് ഇത് ഒരൊറ്റ ടിഷ്യൂ പേപ്പറിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഓരോ പേപ്പറായിട്ട് അതിനെ വേർതിരിച്ചെടുക്കുന്നത് കണ്ടില്ലേ. ആ സെൻറ്ററിലൊന്ന് ടൈറ്റായിട്ട് എന്തെങ്കിലും ഇറുക്കി വെക്കണമെന്നേ ഉള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സുകൾ നമുക്കിതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മാസ്കിൽ നിന്നുമൊക്കെ ഇതുപോലെ തന്നെ സെയിം മടക്കി നമുക്ക് ഫ്ലവേഴ്സുകൾ ചെയ്തെടുക്കാൻ പറ്റും. അണ്ടില്ല, ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏത് പ്രതലത്തിലോട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ 2-3-4 ലെയർ പേപ്പറുകൾ അതിൻ്റെ അടിയിൽ തന്നെ വെച്ചാൽ മാത്രമേ ചെയ്യാം. ഇതിനി ഓർണമെൻറ്റ് മേക്കിങ്ങിന് ഫ്ലവർ ആയിക്കഴിഞ്ഞ് ആ ഫ്ലവറിൻ്റെ അകത്തൂടെ നമ്മൾ ആ ഒരു ഗോൾഡൻ വയർ കണ്ടില്ലേ, ആ ഒരു കെട്ടിയതിൻ്റെ അകത്തൂടെ ഗോൾഡൻ വയർ എടുത്ത് അതിൽ നല്ലതുപോലെ വളച്ച് ചുറ്റി വെച്ച് കുറച്ച് നീളത്തിലാക്കിയിടുകയാണ്. കുഞ്ഞുങ്ങൾക്കില്ല, എനിക്ക് എൻ്റെ മോൾക്കൊക്കെ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഇങ്ങനെ ആടി കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ അതിങ്ങനെ ആടി നല്ല ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. കണ്ടില്ല, അതിലൊരു 2-3-4 മുത്ത് നമ്മുടെ കയ്യിലുള്ള മുത്തുകളൊക്കെ വെച്ച് കൊരുത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇത് ഓർണമെൻറ്റ് മേക്കിംഗ് ഐറ്റം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിലാ ഒരു കൊളുത്താണ് ആ ഒരു കയ്യിലിരിക്കുന്നത്. ആ കൊളുത്തിലോട്ടാണ് ഞാൻ ഈ ഗോൾഡൻ വയർ ചുറ്റി കണ്ടില്ലേ, അതിൽ കൂടെ ആ ഒരു കൊളുത്തിൻ്റെ അകത്തുകൂടെ കൊരുത്ത് ചുറ്റി വരിഞ്ഞ് ഇറുക്കി എന്ന് വെച്ചാൽ അതൊരു കാരണവശാലും ഇളകി പോകത്തില്ല. ഗോൾഡൻ വയർ നമുക്ക് ഫ്ലവർ മേക്കിങ്ങിൻ്റെതാണ്, അത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കമ്പി, ഗോൾഡൻ കമ്പി നമുക്ക് ഒരെണ്ണത്തിന് 1 രൂപയോ 1.5 രൂപയാണ് കമ്പിയുടെ. അപ്പോൾ കൊച്ചുങ്ങൾക്ക് അവർക്ക് ഒരുപാട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. കാരണം നല്ല ഭംഗിയോടെ